അതിനിടയിൽ ദില്ലിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭം കൂടി പുരോഗമിക്കുന്നുണ്ട്. അതിനെ നീറ്റ് പരീക്ഷയുമായി ചേർത്ത് വെക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ CJP കോക്രോച്ച് പാർട്ടി എന്ന പാർട്ടി അവരുടെ രണ്ടാം ഘട്ട പ്രക്ഷോഭം ഇന്നലെ ഡൽഹിയിൽ ആരംഭിച്ചിരുന്നു. അതിനെ വലിയ തോതിലാണ് കേന്ദ്ര സേന നേരിടുന്നത്. ഇന്നലെ രാത്രിയിൽ അവരുടെ വെളിച്ചമൊക്കെ അണച്ചുവെന്നും വെള്ളം കിട്ടിയില്ല എന്നൊക്കെയുള്ള പരാതി ഉണ്ടായിരുന്നു. പിന്നീട് മൊബൈൽ വെളിച്ചത്തിലാണ് പ്രതിഷേധം രാത്രിയിൽ ഉടനീളം തുടർന്നത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്നും നമുക്കറിയാം. സമരവേദിയിൽ രാത്രിയിലും തുടർന്നു. രാവിലെ 9 മണിയോടെ കൂടുതൽ പ്രവർത്തകരോട് സ്ഥലത്തേക്ക് എത്താൻ നേതൃത്വം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. CJPയുടെ നേതാവ് തന്നെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ഈ പ്രക്ഷോഭത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റിലുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ഇന്നുണ്ടായേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സൈത്ത് പ്രക്ഷോഭം രണ്ടാം ഘട്ടമാണ്. അവർ ആദ്യഘട്ടത്തിൽ നടത്തി പിരിഞ്ഞു. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന രാജി തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. പിന്തുണയേറുന്നുണ്ടോ ഈ രണ്ടാം ഘട്ടത്തിൽ പ്രക്ഷോഭത്തിന്? രഞ്ജിത്ത്, ജന്തർ മന്ദറിലെ സമരം തുടരുകയാണ്. ഇന്നലെ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണ് സമയത്തിന് അനുമതി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ സമരത്തിലെത്തുകയെത്തപ്പോൾ സ്ഥാപകൻ അഭിജിത് ദീപ്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ഈ സമരം അനിശ്ചിതകാലത്തേക്കാണ്, മന്ത്രിയുടെ രാജി വരെ ഈ സമരം നീണ്ടു നിൽക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിയത്. ഇതോടുകൂടി പ്രവർത്തകർ അവിടെ തുടരുകയാണ്. ഇതിനിടയിൽ ഈ സമരത്തെ സമരമില്ലാതാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രദേശത്തേക്കുള്ള വിളക്കണച്ചു, ഒപ്പം അവിടേക്കുള്ള കുടിവെള്ള വിതരണത്തിൽ തടസ്സപ്പെടുത്തി, ഒപ്പം അവിടുത്തെ ശൗചാലയങ്ങളെല്ലാം പൂർണ്ണമായും പൂട്ടിയിട്ടു. ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്ന് അവരെ സമരക്കാരെ അവിടുന്ന് മാറ്റാനുള്ള വലിയ ശ്രമങ്ങളുണ്ട്. അതിനപ്പുറം അറസ്റ്റോ മറ്റ് നടപടികളിലേക്കോ ഒന്നും കടന്നിട്ടില്ല. ഇന്നലെ തങ്ങളുടെ സമരത്തിന് അനുവദിച്ച സമയം ദീർഘിപ്പിച്ച് നൽകണം, അല്ലെങ്കിൽ മറ്റൊരു വേദി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലവട്ടം സർക്കാരിന് ഇവർ രേഖാമൂലം കത്ത് നൽകി, രേഖാമൂലം നീക്കം നടത്തിയെങ്കിൽ കൂടിയും അതിനൊന്നും മറുപടി ഉണ്ടായിട്ടില്ല. എന്തായാലും CJP ഇപ്പോഴും സംഘടിക്കുകയാണ്. രാജ്യത്ത് പാറ്റകളുടെ സമരം എന്ന് പേര് വിളിക്കുന്ന ഇവരുടെ നീക്കം ഇന്ന് നീറ്റ് പരീക്ഷ നടക്കുന്നതിനിടയിൽ തന്നെ കോക്രോച്ച് പാർട്ടിയുടെ ഈ സമരം ശക്തമായി തന്നെ തുടരുകയാണ്. കൂടുതൽ പ്രവർത്തകർ പങ്കാളിത്തവുമായി എത്തുകയാണ്. ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെയുള്ള ഒരു സജീവമായ പങ്കാളിത്തം അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിന് പുറമെ പൊതുവിൽ സമൂഹ മാധ്യമങ്ങളിലെ ഈ സന്ദേശം കണ്ട് സംഘടിച്ചെത്തുന്നവർ തന്നെയാണ്. വലിയ തരത്തിലുള്ള പങ്കാളിത്തം അവിടെ ഉണ്ടാവുന്നതാണ് റിപ്പോർട്ടുകൾ.